സാറേ, തിരുവനന്തപുരത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയത്തിനകത്ത് ശശി തരൂർ നടക്കുന്ന നിലപാടുകൾ, തിരുവനന്തപുരത്തിനകത്ത് വിജയത്തിന് ശേഷം ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് വിജയത്തെ അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ ആ മാറ്റത്തെ അംഗീകരിക്കുന്നു, വികസന കാഴ്ചപ്പാടിലേക്ക് ജനം എത്തിച്ചേർന്നു എന്ന് വേണം കരുതാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുവരെ 40 കൊല്ലം CPM ഭരിച്ചപ്പോൾ മേയർ ഉണ്ടായിരുന്നപ്പോൾ വികസന കാഴ്ചപ്പാടൊന്നുമില്ല. എല്ലാവരും വികസന കാഴ്ചപ്പാട് കേട്ടില്ലേ? ஆனால் അതിനെക്കാട്ടി വലിയ വികസന കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസ് അത് വരുന്നത്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണല്ലോ, ഇദ്ദേഹത്തിന് വികസന കാഴ്ചപ്പാടില്ലേ. അപ്പോൾ BJP വന്നപ്പോൾ അതിനകത്തൊരു വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരത്തിൽ നാളെ കാലത്തെ നഗരത്തിനകത്ത് വലിയൊരു പ്രതീക്ഷ, ആ രീതിയിലേക്കുള്ളൊരു സംസാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരി, ഇത് തന്നെയാണ് ശരി, ഇത് തന്നെ ആവണം. അതായത് ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവിടുത്തെ തീരുമാനവും ഇത്തരത്തിലായിരിക്കണം. 2026 നിയമസഭാ തീരുമാനവും തിരുവനന്തപുരത്തിനെ ആദ്യം പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അവിടെ തീരുമാനിക്കേണ്ടത് തന്നെ ആയിരിക്കണമെന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പം ഇതിനകത്ത് BJP എടുത്ത അല്ലെങ്കിൽ BJP ഇപ്പം അവിടുത്തെ കോർപ്പറേഷൻ കേരളത്തിൽ മൊത്തത്തിലല്ല, ഏറ്റവും പ്രധാനമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനം ലക്ഷ്യം വെച്ച് അവിടുത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, അവിടുത്തെ എങ്ങനെ ആവണം അല്ലെങ്കിൽ എങ്ങനെ വേണം, എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിലൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം മോദി ഇരുന്ന സമയത്ത്, മോദി ആദ്യം വന്നപ്പോൾ മോദിയുടെ ഒരു പരസ്യം, അന്ന് പബ്ലിസിറ്റി ഒരു ഭയങ്കര, ചായക്കടക്കാരൻ്റെ മകൻ, ഇത് കവറുകൾ തോറും സാധാരണ കുടിലിൽ കിടക്കുന്നവൻ വരെ പറഞ്ഞു ചായക്കടക്കാരൻ്റെ മോനാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ചായക്കടക്കാൻ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇത് അറിയാൻ വയ്യാത്തൊരു കളിയാക്കി, ചായക്കടക്കാരൻ്റെ മോനെയൊക്കെ പ്രധാനമന്ത്രി എങ്ങനെ ഇരിക്കും ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇത് പുള്ളിയെടുത്ത് ഹൈലൈറ്റ് ചെയ്തു. ഇയാൾക്കറിയത്തില്ലല്ലോ ഇന്ത്യയിൽ 68% വരുന്നവൻ ചായക്കടക്കാരനും സാധാരണക്കാരനും റിക്ഷ തള്ളുന്നവനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരും, അതുകൂടാതെ അങ്ങനെ അല്ലാത്തവൻ പോലും ആ രീതിയിലേക്കുള്ള ആൾക്കാരെ പരിഗണിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ്. ആ ചായക്കടക്കാരൻ്റെ മകന് ഇത്തരത്തിൽ എത്തിച്ചേരുമ്പോൾ അഭിമാനം കൊള്ളുന്ന ഇന്ത്യക്കാർ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ആ രീതി വന്നപ്പോൾ മോദി അത് ഹൈലൈറ്റ് ചെയ്തു. അന്ന് അമേരിക്കയിലെ ഒരു പരസ്യ കമ്പനിയാണ് PR വർക്കിന് ഉപയോഗിച്ചത്. അതേ രീതിയിലേക്ക് ഇദ്ദേഹം അറിയാമല്ലോ, AI സംവിധാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പുതിയ ടെക്നോളജിക്കകത്ത് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം, ഏതായാലും അത് കൈകാര്യം ചെയ്തു. പുതിയ ടെക്നോളജി കൈകാര്യം ചെയ്തു. ഇലക്ഷനകത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് ഒന്നൊക്കെ മറ്റേപ്പോൾ മേയറെ തീരുമാനിക്കാൻ വയ്യ, 50 പേര് മേയർമാരാണ്. സത്യം തീരുമാനിക്കാമെന്ന് പറയാറുന്നല്ല, പാർട്ടി തീരുമാനിച്ചോളൂ. ഇതിനെക്കാട്ടി വലിയ പ്രഗത്ഭന്മാർ നിൽക്കുമ്പോൾ പാർട്ടി ഞെട്ടിപ്പിക്കുന്ന തീരുമാനം മിണ്ടാതിരുന്നിട്ട് എടുപ്പിച്ചുകൊണ്ട് വന്നിട്ട് എടുത്തതിന് ശേഷം അറിഞ്ഞിട്ട് ഡൽഹിയിൽ അറിയാമല്ലോ, ഓരോ സംസ്ഥാനത്തിൻ്റെ അറിയാമല്ലോ. നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ല, മാർപ്പാപ്പായുടെ വെള്ളപ്പുക വരുന്നത് എപ്പോഴാണ്. പക്ഷേ അവർ കൊണ്ടുവരുന്നത് നമ്മൾ ഇവിടുന്ന് വന്നിടേ, അപ്പം നമുക്ക് ആദ്യം ഇത് മനസ്സിലാവത്തില്ല. അവസാനം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പറയും നേരത്തെ ഇരുന്നവരൊക്കെ എന്തോ ഇരിക്കുമായിരുന്നു, ഇതാണല്ലോ മുഖ്യമന്ത്രി, ഇതാണല്ലോ കേന്ദ്രമന്ത്രി, ഇതാണല്ലോ BJP പ്രസിഡന്റ്. ഈ രീതിയിലേക്കൊക്കെയുള്ള ഒരു രീതി ഇവിടെ അങ്ങനെ വേണം. ശ്രീലേഖ നിൽക്കുന്നു, VV രാജേഷ് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഗോവൻ നിൽക്കുന്നു, മറ്റു പലരെ നോക്കുമ്പോൾ പ്രൊഫസർമാരും അല്ലെങ്കിൽ റിട്ടയർഡ് വലിയ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഓരോ ടെക്നോക്രാറ്റ്സും എല്ലാ രീതിയിലും. അപ്പം ഇതിനകത്ത് തീരുമാനിക്കാൻ വരണമെങ്കിൽ കേന്ദ്രം ഇടപെടും. കേന്ദ്രം ഇടപെടുമെന്ന് പറഞ്ഞാൽ കേന്ദ്രം ഇടപെട്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങും, തിരുവനന്തപുരം ഇങ്ങനെ കിടന്നാൽ പോരാ, തിരുവനന്തപുരം ഇത് ഞങ്ങൾ മാറ്റും, ഞങ്ങളുടെ കയ്യിലോട്ട് നിങ്ങൾ 40 കൊല്ലം കൊണ്ട് എന്തെടുത്തു, ഇവിടുത്തെ വികസന രേഖ അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. അയ്യോ, അതിനെ അങ്ങ് കളിയാക്കി. ആര് കളിയാക്കി? പ്രധാനമായിട്ടും ഈ ആൾക്കാരെ കാണുമ്പോൾ പുച്ഛത്തോടും കളിയാക്കിയും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തും ഒക്കെ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് നമ്മുടെ K. മുരളീധരൻ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം എൻ്റെ മോനായതുകൊണ്ട് മാത്രമേ ഇഷ്ടം, ഉള്ള കാര്യം പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവരോടും പുച്ഛമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തോന്നുള്ള കാര്യം അറിയത്തില്ല. മന്ത്രിയായിട്ട് നിന്നിട്ട് തോറ്റുപോയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി പുച്ഛിച്ചു. ഇപ്പോൾ വന്നല്ലോ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം അങ്ങ് അവിടെ ഇരുന്ന എവിടാണത്തെ ഇരിക്കുന്നത് എനിക്ക് ഡൽഹിയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൽഹി ഇല്ലെന്ന് അവിടുന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിപ്പിച്ച പ്രബുദ്ധരായ ജനങ്ങൾക്കെന്ന്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക പരിഗണനയുണ്ട്, പ്രത്യേക ശ്രദ്ധയുണ്ട്, അല്ലെ കാര്യങ്ങൾ അറിയാമേ. അപ്പം അത്തരത്തിലുള്ള പ്രധാനമന്ത്രി. അപ്പം RC പറഞ്ഞത് ശരിയാണ്, തിരുവനന്തപുരം എന്തൊക്കെ വികസനം വേണമെന്നും എവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ വേണമെന്നും ഏതൊക്കെ കെട്ടിടം വേണമെന്നും എന്തൊക്കെ അത്ഭുതം ഉണ്ടാക്കണമെന്നും ഒക്കെ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. BJP ചുമ്മാ ഇലക്ഷൻ സ്റ്റാൻഡിന് പറഞ്ഞാൽ. അപ്പോൾ അതേലേക്ക് തരും. അതിൻ്റെ കൂടെ അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്തു നിന്നുള്ള MP ആരായിരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴേ BJP MP ആയിട്ടുണ്ട് ശശി തരൂർ. ഏതാണ്ട്
പുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 5 MLA മാരും കേരളത്തിലുടനീളം എത്ര പോയാലും 20 MLA മാർ BJP കൊണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ട് അത് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൾസാണ്, ഒരു പോക്കാണ്. അതായത് ആൾക്കാർ തീരുമാനിച്ചു. ഇനി എന്ത് ചെയ്യാനും തടയാൻ പറ്റത്തില്ല. കോൺഗ്രസ് LDFനും UDFനും തടയാൻ പറ്റത്തില്ല. ആൾക്കാർ തീരുമാനിച്ചു എന്തോ ചെയ്യാനൊക്കും. സംവിധാനങ്ങളൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. സംവിധാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് BJP വരണം. കേരളത്തിലും അതിൻ്റെ ആ ഒരു തീരുമാനത്തിലേക്ക് സാധാരണ ജനങ്ങൾ പ്രവർത്തകർക്കപ്പുറം അവർ തീരുമാനിച്ചിറങ്ങുന്ന ഒരു റിസൾട്ടിലേക്കും ഒരു കാര്യത്തിലേക്കൊക്കെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഒന്നുമില്ല, എവിടെയില്ല, ആരുമില്ല. സ്ഥാനാർത്ഥി മാത്രമായിട്ടിരുന്ന കോൺഗ്രസ്സുകാരൻ അത്ര പിടിച്ചു. അത് മനസ്സിലാവുന്നുണ്ടോ? കോൺഗ്രസ്സുകാരൻ പിടിച്ചത് എന്തുകൊണ്ടാണ്? അപ്പം ഇതിനൊരു മാറ്റം. BJP ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ BJPക്ക് നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്ത്, തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഇന്നിടത്തൊക്കെ BJPക്ക് വീടുകൾ കയറാനും എത്ര നേരം പല പ്രദേശങ്ങളിലവർക്ക് ഇല്ലാത്തടത്ത് പോലും BJP ജയിക്കും. ഓരോ പഞ്ചായത്തിൽ മിനിമം 5 BJP പ്രതിനിധികളും കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ചിലടത്തൊക്കെ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മാറ്റം വരുത്തുക. ചില ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ മാത്രമുള്ള പഞ്ചായത്തുകൾ BJP ജയിക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതെന്താണ്? അവർക്ക് ഇതുവരെ പ്രീണിപ്പിക്കാനും കേക്ക് മുറിക്കാനും സ്റ്റാർ ഇടാനും വീട് കയറാനും ഒക്കെ നടന്നപ്പോൾ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിനെപ്പറ്റി BJP പഠിക്കട്ടെ. BJPക്ക് ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആവശ്യം കേരളത്തിലുണ്ടെങ്കിൽ ഏത് ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ പറ്റും? എന്തുകൊണ്ട് അവർ ഏറ്റവും അവസാനം കൂടെ നിൽക്കുന്ന പോലെ തോന്നിപ്പിച്ചിട്ട് പാലം വലിക്കുന്നത് അവർ എന്താണെന്ന് മനസ്സിലാക്കുക. അത് അവരുടെ സ്ഥിരം സ്വഭാവമാണോ BJPയുടെ കുഴപ്പമാണോ? ഏതായാലും തിരുവനന്തപുരത്തെ റിസൾട്ട് BJPക്ക് ഒരു 20 MLA മാരെ കൊടുക്കുന്ന റിസൾട്ടാണ്. ശശി തരൂരിൻ്റെ പറച്ചിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് മാറ്റം. ഈ മാറ്റം ഇത് BJP വന്നപ്പോൾ പറയണമെങ്കിൽ, മറ്റ് പലയിടത്തും വന്ന മാറ്റം പറയാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാറ്റവും BJPയിലായിരിക്കും. അതായത് അടുത്ത MP BJP ആവട്ടെ, BJP വന്നാൽ മാത്രമേ വികസനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് പറഞ്ഞത്. വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസവും പാർലമെൻറ്റിൽ എന്ത് പറയണമെന്ന് വിളിച്ച ചർച്ചയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് സമയമില്ല കേട്ടോ, പുള്ളി പങ്കെടുത്തിട്ടില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ പറയില്ല MP മാരെ എല്ലാം കൂടെ വിളിച്ചിരുത്തി എന്ത് കാര്യമാണ് തീരുമാനിക്കുക, എന്ത് കാര്യമാണ് പറയുന്നത്, അതിന് സമയമില്ലെന്ന് പറഞ്ഞാൽ പറയുന്നത് ആരെന്നറിയാം, ഇദ്ദേഹത്തിന് ക്ലാസ് എടുക്കുന്ന ആരെന്ന് പറയാം, പപ്പും പിങ്കിയും കൂടെ. പിന്നെ പുള്ളി അങ്ങനെ അവിടെ ഇരിക്കുന്നില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ 10ാം ക്ലാസ്സുകാരനാണ്, സാർ MA-ക്കാരനാണ്, ഞാൻ വന്നിരുന്നു സാറിന് ക്ലാസ് എടുത്താൽ അങ്ങനെ ഇരിക്കും. പുള്ളി നിങ്ങൾക്കറിയാവുന്ന വിഷയത്തെ പറ്റി എന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാനങ്ങ് മാറി. കാരണം ഗതികെട്ട് പണ്ട് പട്ടണം എടുത്ത് വീട്ടിലെ വേലക്കാരി ചോദിച്ചു പട്ടരെ തൂത്തൂട്ടി എവിടുന്ന് എൻ്റെ തലയിലോട്ട് ഇട്ടോളാം. കാരണം അയാളെ ഗതികേട്, അയാളുടെ അടുത്ത് വേലക്കാരി തൂത്തൂട്ടി എവിടുന്ന് ഇടണമെങ്കിൽ ഇടയ്ക്ക്. അതുപോലെ ശശി തരൂരിൻ്റെ കോൺഗ്രസിനകത്ത് ഗതികേട്. കാരണം ഈ നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ലോകം വിശേഷിപ്പിക്കുന്ന അയാൾ ക്ലാസ് എടുക്കണം, പാർലമെൻറ്റിൽ എന്ത് പറയണമെന്ന് പറഞ്ഞു. ഇയാൾ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഡിക്ഷണറി എടുക്കണം രാഹുൽ ഗാന്ധിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ കാര്യത്തിൽ BJPയുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം BJP ആണെന്ന് ശരി തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. അതെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ബാഴ്സലോണ മോഡൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞതാണ് പുള്ളിക്കാരന്. ഇപ്പോൾ അതിൻ്റെ അനക്കം പോലും ഇല്ല. ബാഴ്സലോണ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ റോഡിൻ്റെ നടുക്കൂടി ഇങ്ങനെ അരുവികൾ ഇങ്ങനെ ഒഴുകും. ആ മോഡലല്ല, വേറൊരു മോഡൽ ഇവിടെ വന്നിട്ടില്ല. നോക്കൂ, ഇനി 40 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിരിക്കും. ശശി തരൂർ പണ്ട് ബാഴ്സലോണ മോഡൽ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇവിടെ ഒന്നും നടന്നില്ല. ഇവിടെ ആകെ നടന്നത് വെള്ളപ്പൊക്കത്തിൽ റോഡ് നടുക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി. പാർവതി പുത്തനാറിലെ ശുചീകരണം നടക്കാത്തതുകൊണ്ട്. നോക്കൂ, 40 ദിവസത്തിനകം നരേന്ദ്രമോദി ഇവിടെ എത്തും. തിരുവനന്തപുരം തലസ്ഥാനത്ത്. അതിന് മിക്കവാറും ഷെറീഫായിട്ട് ശ്രീലേഖ പങ്കെടുക്കും. അത് നമുക്ക് കാണാൻ പോകുന്ന കാര്യം 40 ദിവസത്തിനകം സംഭവിച്ചിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പ്രധാനപ്പെട്ടത് പാർവതി പുത്തനാറിൻ്റെ ശുചീകരണം. അത് ഗംഭീരമായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലിൻ്റെ സുരക്ഷ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുപോലെ നാറ്റുകാൽ ക്ഷേത്രമുണ്ടല്ലോ, അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. അവിടെ ഗതാഗത സൗകര്യങ്ങളുണ്ടാക്കും. പിന്നെ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മെട്രോ തിരുവനന്തപുരത്തിന് കിട്ടും. മുഖ്യമന്ത്രിയൊന്നും മഞ്ഞ് കൊള്ളണ്ട, അത് പ്രധാനമന്ത്രി തന്നെ കൊണ്ടുവരും. അതുകൂടെ ട്രാം റോഡിൻ്റെ റോഡിൽ കൂടെ ഇപ്പോൾ ഗതാഗതം ശരിക്കും നടക്കുന്നില്ല. പണ്ട് രാജാവ് ഉണ്ടാക്കിയ റോഡിന് മാത്രമേ ഉള്ളൂ വീതി. റോഡിൻ്റെ ഇരുവശത്തുകൂടെ ട്രാം കാറുകൾ പോകുന്ന ഒരു സമ്പ്രദായം വരും. സ്മാർട്ട് സിറ്റിയായി നമുക്കൊരു വെളിപ്പാടകലെ എല്ലാ സേവനങ്ങളും തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളുമുള്ള സമ്പന്നമായിട്ടുള്ള കണ്ണം ചെപ്പിക്കുന്ന ഏതൊരു വിദേശ നഗരത്തിനെയും തുലനം ചെയ്യാവുന്ന തരത്തിലുള്ള നഗരമായി മാറുമെന്നല്ല. ഒരു പക്ഷേ അത് ഞാൻ ഉറപ്പിക്കുന്നില്ല.
തീർച്ചയായിട്ടും റോഡിൽ കൂടി വീതിയേറിയ റോഡിൽ കൂടി തന്നെ വിമാനം വന്ന് ലാൻഡ് ചെയ്യാനും പറന്നു പോകാനും സൗകര്യമുള്ള ഒന്നുകൂടി വേണം. കാരണം എന്താ, പ്രധാനമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. അങ്ങനെയുള്ള സൗകര്യമുള്ള ഒരു വിമാനത്താവളം കൂടി റോഡിൻ്റെ നടുക്ക് തന്നെ ഇറങ്ങുകയും പൊങ്ങുകയും ചെയ്യാവുന്ന തരത്തിലുള്ള വിമാനത്താവളങ്ങൾ ഉണ്ടാവുന്നതും വിധേയമായിട്ടില്ല. കാരണം എന്താണ്, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ അതില്ലാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം ഇപ്പോഴും പഴയ ഒരു രാജനഗരം തന്നെയായി വലിയൊരു ഗ്രാമം തന്നെയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഇതിനെല്ലാം മാറ്റം വരാൻ പോവുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ സൗഭാഗ്യം ഉദിച്ചു എന്ന് നമുക്ക് തീർത്തും പറയാൻ ആശ്വസിക്കാൻ സാധിക്കും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.